എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്, പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ പച്ചടി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഈ പൈനാപ്പിൾ പച്ചടി വിഷുവിന് ഉണ്ടാക്കേണ്ടതാണ്. വിഷുവിനൊന്നും ഉണ്ടാക്കിയില്ല, കാരണം അത് ചേച്ചിയുടെ മകളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു 12-ാം തീയതി. അത് കഴിഞ്ഞ് 13, 14 അതിന്റെ സാധനങ്ങൾ തന്നെ, അവിയൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, പായസം. അതുകൊണ്ട് ആ ഒരു സദ്യയുടെ ത്രില്ലങ്ങ് പോയി. അത് കാരണം അധികം ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ആ പച്ചടിയാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ വിഷു ആകുമ്പോ പലയിടത്തും നോൺ വെജ് ആണ് ഉണ്ടാകുക. പല സ്ഥലങ്ങളിൽ നോൺ വെജ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾ അങ്ങനെ നോൺ വെജ് ഉപയോഗിക്കില്ല. ഒരു വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ നോൺ വെജ് ഉപയോഗിക്കാറില്ല. കുട്ടികളുടെ ബർത്ത്ഡേ, അതിനൊന്നും നോൺ വെജ് ഉപയോഗിക്കില്ല. ഓണത്തിനില്ല, വിഷുവിനില്ല. പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് അവര് നോൺ വെജാണ് ഉപയോഗിക്കുക. ഒരേ ജില്ലയിൽ തന്നെ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ വിഷുവിന് പറയുന്നത് അവർ ഏറ്റവും വലിയ കടപ്പുറത്തെ ഏറ്റവും വലിയ മീൻ കൊണ്ടുവന്നിട്ടാണ് കറി വെച്ച് കഴിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ശീലമില്ല, ഇവിടെ ഒക്കെ വെജാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പച്ചടി, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ പൈനാപ്പിൾ അത് ചെറുതായി വളരെ പൊടിയായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പൊ അത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. പൈനാപ്പിൾ ഒരു 3/4 പൈനാപ്പിൾ ഉണ്ടാവും. ഇതിവിടെ ഇരുന്നോട്ടെ. ഇത് കുറച്ചുകൂടി എടുക്കുക, അത് അരയ്ക്കാനുള്ളതാണ്. ഇതിനൊരു വെറൈറ്റി എന്ന് പറയുന്നത്, ഇത് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. അധികം വെള്ളമൊന്നും വേണ്ട, ഇത് വേവാനുള്ള വെള്ളം കുറച്ച് മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടണ്ട പച്ചടിയിൽ. വെറും മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം. ഇനി അത് പിന്നെ നമുക്ക് കുറച്ച് ശർക്കര ഇടാം. ശർക്കര ലേശം ഇട്ടാൽ മതി, പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. കുറച്ച് അതിന് എടുത്ത് വെച്ച പൈനാപ്പിളും, പിന്നെ ഈ മത്തൻ, കുറച്ച് മത്തൻ കേട്ടോ. അത് തോല് കളഞ്ഞിട്ട് ഞാൻ, അപ്പോൾ അധികം വേണ്ട, ആ മത്തനും കൂടി ഞാൻ അതിൽ അരച്ച് വരാം. എന്നിട്ട് ഇത് അരച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കണം. ആദ്യം ഒന്ന് അരച്ചിട്ട് വരട്ടെ. മത്തനും പൈനാപ്പിളിൻ്റെ ചെറിയ പീസസും കൂടി അരച്ചത്, അതും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. ഇത് നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. എന്നിട്ട് അരച്ചെടുത്തിട്ട് വേണം. കുറച്ച് തേങ്ങ ചിരകിയത്, എല്ലാം മധുരമല്ലേ, അപ്പോൾ നമുക്കൊരു 3-4 പച്ചമുളക് ഇടാം. കുറച്ച് എരിവും മധുരവും പുളിയും ഒക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ നമുക്ക് കടുക്, ഒരു സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ. ചിലർ ജീരകം ഇടുന്ന കണ്ടിട്ടുണ്ട്. ജീരകവും കടുകും കൂടി അങ്ങനെ ഇടുന്നത് ഞാനങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല. അത് കാരണം ഞാൻ കടുകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് അരച്ചിട്ട് വരാം. ഈ അരച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ അരച്ചതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കാം നമുക്ക്. അരച്ചതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തൈര് ഒഴിച്ചാൽ മതി.
നമ്മുടെ പച്ചടി ഇവിടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തന്നെ വറവിടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം കേട്ടോ. നെയ്യിലൊന്നും വറവിട്ടാൽ അതിൻ്റെ ആ രുചി കിട്ടില്ല. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടുക. കടുക്, കടുകൊന്ന് പൊട്ടിയ 4 വറ്റൽമുളക് ഇടണം. മുളക് ഇടുന്നതാവുന്നത് വെള്ളം കഴിക്കും. വറവിലേക്ക് ഇടുകയാണ്. വറവിട്ട നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.